ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ അഗെയിൻ. ഞാനിതിൽ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു അൺസർട്ടൈനിറ്റി കാൽക്കുലേഷനെ കുറിച്ച്, അതായത് എസ്റ്റിമേഷൻ ഓഫ് അൺസർട്ടൈനിറ്റി ഇൻ കാലിബ്രേഷൻസ്. അപ്പോൾ അതിൽ നമ്മൾ ഈ അൺസർട്ടൈനിറ്റി കാൽക്കുലേഷന് പഠിക്കുമ്പോൾ പലരും അത് ചെയ്യുന്നുണ്ട്, നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും. അതിനൊരു എക്സൽ പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക്കലി കാലിബ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അൺസർട്ടൈനിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷേ അതിൽ ചില ടേംസ് ഉണ്ട്, ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ടേംസ്. അപ്പോൾ അത് ആക്ച്വലി എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാതിരിക്കാം, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്ന ഉദാഹരണത്തിന് നമ്മൾ ഒന്ന് ചെയ്യുന്നത് അതിൽ മീൻ, അരിത്തമാറ്റിക് മീൻ കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം, സെൻസിറ്റിവിറ്റി കോഎഫിഷ്യൻ്റ് ഉണ്ട്, ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, കൺബൈൻഡ് അൺസർട്ടൈനിറ്റി ഉണ്ട്, എക്സ്പാൻഡഡ് അൺസർട്ടൈനിറ്റി ഉണ്ട്, കെ ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഇത്തരം കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിഗേഴ്സായിട്ട് കിടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് എന്താണെന്നൊക്കെ അറിയായിരിക്കും, പക്ഷെ എന്നാലും ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ മീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ബേസിക്കലായി പഠിക്കുന്ന കാര്യമാണ് മീൻ, മീഡിയൻ, മോഡ്, ഇസ്ന്റ് ഇറ്റ്. അപ്പോൾ ഈ മീൻ എന്ന് പറഞ്ഞാൽ അത് അരിത്തമാറ്റിക് മീൻ. അതായത് എന്താ ചെയ്യുന്നത്, നമ്മളൊരു 10 ട്രയൽ എടുത്തു കഴിഞ്ഞാൽ ഈ 10 ട്രയലും എല്ലാം ആഡ് ചെയ്യും. ആ ഇൻഡിവിജ്വൽ ട്രയൽസ്, ഇൻഡിവിജ്വൽ റീഡിങ്സ് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യും. അതല്ലേ അരിത്തമാറ്റിക് മീൻ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ അതിൻ്റെ ആവറേജ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യം. പിന്നെ നമ്മൾ ആവറേജ് മാത്രം കണ്ടാൽ പോരാ, നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. റിപ്പീറ്റബിലിറ്റിയുടെ ഒരു മെഷറാണത്. അതല്ലെങ്കിൽ ആ സ്പ്രെഡിൻ്റെ ഒരു മെഷറാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന പോലെ തന്നെ അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡീവിയേഷനാണ് ഈ മീനിൽ നിന്ന്. അതായത് ഒരു നോർമൽ കർവാണ്, ഒരു ബെൽ ഷേപ്ഡ് കർവായിട്ടല്ലേ അത് കാണുക. അപ്പോൾ അതിൻ്റെ ആ സെൻറ്ററിൽ നിന്ന്, അതിൻ്റെ ആവറേജിൽ നിന്ന് അതിൻ്റെ ലെഫ്റ്റിലേക്ക്, അതായത് മൈനസ് ഭാഗത്തേക്കും പ്ലസ് ഭാഗത്തേക്കും അതിൻ്റെ ടെയിൽ കുറച്ച് നീണ്ടു പോകുന്നുണ്ട്. ഓക്കെ, ആ ബെൽ ഷേപ്ഡ് കർവ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ അതിൽ ആ ആവറേജിൽ നിന്ന് പല ട്രയൽസും പല രീതിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഈ ആവറേജിൽ നിന്ന് വളരെ മൈനസ് ഭാഗത്തേക്ക് പോയ ചില റീഡിങ്സ് ഉണ്ടാവും, ചില ട്രയൽസ് ഉണ്ടാവും. അതേപോലെ പ്ലസ് സൈഡിലേക്ക് പോയ ചില ട്രയൽസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു മിഡിലായിട്ടാണ് ഇത് വരിക, ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരിക. അതിന് സിഗ്മ എന്ന് പറയും. അപ്പോൾ ഏതാണ്ട് ആ മിഡിലായിട്ട് നിങ്ങളതിൻ്റെ ഫിഗർ കണ്ടാൽ അറിയാം. അപ്പോൾ അത് 1 സിഗ്മ, 2 സിഗ്മ, 3 സിഗ്മ അങ്ങനെ വരും. ഈ 3 സിഗ്മയിൽ വരുമ്പോഴേക്ക് കംപ്ലീറ്റ് അങ്ങോട്ട് കവറാവും. ഏതാണ്ട് 99% ആ ബെൽ ഷേപ്ഡ് കർവിൻ്റെ കംപ്ലീറ്റ് ആ 3 സിഗ്മയുടെ ഉള്ളിൽ അങ്ങ് വരും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറഞ്ഞാൽ ആ 1 സിഗ്മയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 1 സിഗ്മ. ഓക്കെ, അപ്പോൾ അതിനൊരു ഫോർമുല ഉണ്ട്. നമ്മൾ എക്സലിൽ ഓൾറെഡി ആ ഫോർമുല വെച്ചിട്ടുണ്ടാവും. അതായത് ആദ്യം ആവറേജ് കാണുക, എന്നിട്ട് ആവറേജിൽ നിന്ന് ഓരോ ഇൻഡിവിജ്വൽ റീഡിങ്ങിനും ഉള്ള ഡീവിയേഷൻ കാണുക, എന്നിട്ട് അതിനെല്ലാം കൂടി സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നൊരു ഫിഗർ ഉണ്ടാവും. ആ ഫിഗറിനെ ഡിവൈഡഡ് ബൈ n-1 എന്നിട്ട് എല്ലാത്തിനും കൂടി ഒരു സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അത് ഓൾറെഡി നമുക്ക് എക്സലിൽ ഫോർമുല ഉണ്ടാക്കാം. അതല്ലെങ്കിൽ എക്സൽ ആണെങ്കിൽ അതിനിങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. അപ്പോൾ ഈസിക്കൽ ടു ഇട്ടിട്ട് STDEV എഴുതുക, എന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആ ട്രയൽസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒറ്റ ഫോർമുലയിൽ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുന്നതാണ്. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡീവിയേഷൻ ഫ്രം ആ മീനിൽ നിന്നുള്ള ഡീവിയേഷൻ ഫോർ ഇൻഡിവിജ്വൽ പോപ്പുലേഷൻ, ഇൻഡിവിജ്വൽ ട്രയൽസിന് പല വേരിയേഷൻസ് ഉണ്ടാവും ഈ മീനിൽ നിന്ന്, ആവറേജിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു മിഡിലായിട്ട് വരുന്നൊരു സംഭവമാണ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, പിന്നെ നമുക്ക് അതിൽ വരുന്നൊരു കാര്യം ഈ എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ട്. എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ? അതൊരു പ്രോബാബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണത്. അതൊരു വെൽ ഷേപ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതല്ലെങ്കിൽ അതിനെ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ നാച്ചേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഗോഡ്സ് ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അത് പ്രകൃതി തന്നെ ഉള്ളതാണത്, ആ ഡിസ്ട്രിബ്യൂഷൻ. അതുകൊണ്ടാണ് അതിന് പല ഇങ്ങനത്തെ പേരുകളുള്ളത്. ഈ നാച്ചുറൽ ഡിസ്ട്രിബ്യൂഷനല്ല. കാരണം ആൾക്കാരുടെ ചപ്പലിൻ്റെ സൈസ്, ഒരു അഡൽട്ടിൻ്റെ ഹൈറ്റിൻ്റെ സൈസ് ഓരോ റീജിയനിലും അത് ഓരോ രീതിയിലുണ്ട്. അപ്പോൾ ആവറേജ് ഹൈറ്റ് ഉള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ. പിന്നെ ഹൈറ്റ് അതിൽ നിന്ന് കൂടിയവരും കുറഞ്ഞവരും ഉണ്ടാവും, പക്ഷെ അവരുടെ ഫ്രീക്വൻസി കുറഞ്ഞു വരും. അതാണ് അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക്, പോസിറ്റീവ് സൈഡിലേക്കും നെഗറ്റീവ് സൈഡിലേക്കും ആ മൂവ് ചെയ്യുന്നതോറും അതിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കുറഞ്ഞു വരും. ഓക്കെ, അതാണ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത.
നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ പ്രൊബാബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണത്. ഓക്കെ, പിന്നെ എന്നുള്ളത് റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷനാണ്. റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണ്. അതിന് ഇങ്ങനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോകുമ്പോൾ കുറഞ്ഞു വരുമൊന്നുമില്ല. അത് ഈക്വൽ ആയിരിക്കും രണ്ടു ഭാഗത്തേക്കും. ഉദാഹരണത്തിന് നമുക്ക് ബെറ്റർ ഈസി എക്സാമ്പിൾ നമുക്ക് റെസൊല്യൂഷൻ എടുക്കാം. അപ്പോൾ റെസൊല്യൂഷൻ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ റെസൊല്യൂഷൻ 10 മൈക്രോൺ റെസൊല്യൂഷൻ ആണെങ്കിൽ ഹാഫ് ഓഫ് ദ റെസൊല്യൂഷൻ നമ്മൾ അൺസർട്ടൈൻറ്റി ആയിട്ട് കണക്കാക്കുകയാണ്. കാരണം ഹാഫിൽ വെച്ചിട്ട് നെക്സ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ 10 മൈക്രോൺ ലീസ്റ്റ് കൗണ്ട് ആണ്, 0.01 ലീസ്റ്റ് കൗണ്ട് ആണെങ്കിൽ അത് 0.01 കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത് 0.02 അതിനെ കാണിക്കാൻ പറ്റും. അപ്പോൾ 0.01 മുതൽ 0.015 വരെ എന്താണെങ്കിലും അത് 0.01 കാണിക്കും, ലെഫ്റ്റ് സൈഡിലേക്ക് കാണിക്കും. 0.016 മുതൽ 0.02 വരെ ഏത് വന്നാലും അത് 0.02 കാണിക്കും. അതായത് അതിൻ്റെ പ്രൊബാബിലിറ്റി ഈക്വൽ ആണ് രണ്ടു ഭാഗത്തേക്കും പോകാൻ. 0.011, 0.012, 0.013, 0.014, 0.01 ഇതെല്ലാം 0.01 ആയിട്ടാണ് കാണിക്കുക. അല്ലാതെ ഒന്നിൻ്റെ പ്രൊബാബിലിറ്റി കൂടുതലല്ല. 0.01 ആണെങ്കിൽ വേറെ എന്തെങ്കിലും കാണിക്കുക, 0.02 ആണെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റിൽ കാണിക്കുക, അങ്ങനെയൊന്നുമില്ലല്ലോ. ഇതിനെല്ലാം ഈക്വൽ പ്രൊബാബിലിറ്റിയാണ്. ഇത് ഏത് വന്നാലും അത് 0.01 കാണിക്കും. കാരണം നിങ്ങളുടെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ അതേ കാണിക്കാൻ പറ്റും. അതിൻ്റെ റെസൊല്യൂഷൻ അങ്ങനെയാണ്. അതല്ലെങ്കിൽ 0.016 ആയി കഴിഞ്ഞാൽ അത് പിന്നെ 0.02 കാണിക്കും. അതേപോലെ 0.017 ആണെങ്കിലും 0.02 കാണിക്കും. 0.018 ആണെങ്കിലും 0.02 കാണിക്കും. അങ്ങനെ ഇതിനെല്ലാത്തിനും ഒരേ പ്രൊബാബിലിറ്റിയാണ്. അത് അല്ലാതെ നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പോലെ കുറഞ്ഞു വരുന്തോറും അതിൻ്റെ പ്രൊബാബിലിറ്റി കുറഞ്ഞു വരില്ല. അതുമാതിരി കൂടുമ്പോഴും അതിങ്ങനെ കൂടി ഇങ്ങനെ വരില്ല. ഒരു ബെൽ ഷേപ്പായിട്ട് വരില്ല. നേരെ ഒരു റെക്റ്റാങ്കുലർ ആയിട്ടാണ് വരിക ആ ഡിസ്ട്രിബ്യൂഷൻ. അതാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ ഫോർമുല നിങ്ങൾക്ക് നോക്കിയാൽ നമുക്ക് ചെയ്യേണ്ടത് ഡിവൈഡ് ബൈ √3 ആണ് ചെയ്യേണ്ടത്. അതിന് സ്റ്റാൻഡേർഡ് അൺസർട്ടൈനിറ്റി ആക്കി മാറ്റാൻ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്ത് എങ്ങനെയെന്ന് മനസ്സിലാവും. കാരണം അത് രണ്ട് വേരിയേഷനാണ്. A-B ഡിവൈഡഡ് ബൈ 12 എന്നാണ് അതിൻ്റെ ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരിക. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് ഡിവൈഡ് ബൈ √3 വരുന്നത്. ഓക്കെ, അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അറിയാം. അത് ഫോർമുല ഫോർ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അത് തന്നെയാണ് റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് പലർക്കും ഡൗട്ടുള്ള ഒരു സംഭവമാണ് ഈ സെൻസിറ്റിവിറ്റി കോഎഫിഷ്യന്റ് എന്താണെന്നുള്ളത്. നമ്മൾ ഈ ഡയമെൻഷണൽ മെഷർമെന്റ് ചെയ്യുന്നതൊക്കെ കോമൺലി എല്ലാ അത് സെൻസിറ്റിവിറ്റി കോഎഫിഷ്യന്റ് 1 ഇട്ട് ചെയ്യുന്നുണ്ടാവും നമ്മൾ. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ മീനിങ് എന്താണ് സെൻസിറ്റിവിറ്റി കോഎഫിഷ്യന്റ്? ഉദാഹരണത്തിന് ഇപ്പോൾ 2 പാരാമീറ്റർ ഉണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ 2 വേരിയബിൾസ് ഉണ്ട്. ഈ 2 വേരിയബിൾസും കൂടിയിട്ടാണ് മൂന്നാമത്തെ ഒരു y ഔട്ട്പുട്ട് വേരിയബിൾ ഉണ്ടാവുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ചുമ്മാ എടുക്കുകയാണെങ്കിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ അത് ഫോഴ്സ് പെർ ഏരിയയാണ്. അപ്പോൾ ഈ ഫോഴ്സ് പെർ ഏരിയ അപ്പോൾ അതാണ് പ്രഷർ. അപ്പോൾ ഇതിൽ ഏരിയ കുറച്ച് കൂടിക്കഴിഞ്ഞാൽ, അതായത് ഏരിയ A ആണെങ്കിൽ ഏരിയ ബിക്കം A പ്ലസ് ഡെൽറ്റ A. അതായത് ഡെൽറ്റ A എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇൻക്രിമെൻ്റ് ആണ് ഈ ഏരിയയിൽ. ഒരു ചെറിയൊരു mm² ഏരിയ കൂടിക്കഴിഞ്ഞാൽ എത്രത്തോളം പ്രഷർ കൂടും എന്നുള്ളതാണ്, അല്ലെങ്കിൽ കുറയും. ഓക്കെ, ഇവിടെ എങ്ങനെയുണ്ട്? ഇതിപ്പോൾ ഏരിയ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പ്രഷർ അവിടെ കുറയുകയാണ് ചെയ്യുക. കാരണം അത് ഡിനോമിനേറ്ററിൽ കിടക്കുകയാണ്. ഫോഴ്സ് കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കൂടും, പക്ഷേ ഏരിയ കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും. കാരണം അത് ഡിനോമിനേറ്ററിലല്ലേ, താഴത്തല്ലേ. ഭിന്നസംഖ്യയുടെ താഴെ കിടക്കുന്ന സാധനം വലുതായി കഴിഞ്ഞാൽ അത് കുറയല്ലേ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ കോഷൻ്റ്. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുക. അതാണ് ഈ സെൻസിറ്റിവിറ്റി കോഎഫിഷ്യന്റ്. ഒരു വേരിയബിൾ കുറച്ച് കൂടിയാൽ ആ ഔട്ട്പുട്ട് വേരിയബിൾ അത് എന്താണ് നമുക്ക് കാണേണ്ടത്, അത് എത്രത്തോളം കൂടുന്നില്ല. അത് പലതും പല രീതിയിലായിരിക്കും. ചിലതിനൊരു കുറച്ച് കൂടിക്കഴിഞ്ഞാൽ ഇത് വളരെ കൂടും, ചിലതിന് കുറച്ച് വളരെ കൂടുതൽ കൂടിയാലും ചിലപ്പോൾ ആ ഔട്ട്പുട്ട് വേരിയബിൾ y അത്ര കൂടിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിനൊരു സെൻസിറ്റിവിറ്റി കോഎഫിഷ്യൻ്റ് ആണ്. അതാണ് സെൻസിറ്റിവിറ്റി കോഎഫിഷ്യൻ്റ് പറഞ്ഞാൽ. ചില അൺസർട്ടൈനിറ്റി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യം അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ പറയുന്നു 10 ട്രയൽ എടുത്തു, അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് n-1.
അപ്പോൾ 10 ട്രയൽ എടുത്താൽ നമ്മൾ 9 ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് അതിൽ അൺസർട്ടനിറ്റി ബഡ്ജറ്റിൽ കൊടുക്കുന്നത്. അത് എന്തുകൊണ്ടാണ് 9 എന്നുള്ളതാണ്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അത് 10 ട്രയൽ എടുത്താൽ അതൊരു സാമ്പിളാണ്. അതായത് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ്, ഒരു വെർനിയർ കാലിപ്പറും മൈക്രോമീറ്ററും ഒക്കെ അതിൻ്റെ ലൈഫിൽ അത് സ്ക്രാപ്പ് ആവുന്നത് പോലെ തൗസൻഡ്സ് ഓഫ് മെഷർമെൻറ്റ് എടുക്കാൻ പോവുകയാണ് അതിൻ്റെ ലൈഫിൽ. അതിന് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ റിപ്പീറ്റബിലിറ്റിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു സാമ്പിൾ അതിൽ നിന്ന് എടുത്തിരിക്കുക. അത് 10 ട്രയൽ, ഒരു 10 മെഷർമെൻറ്റ് നമ്മൾ എടുത്തു. അത് ഇനിയും മെഷർമെൻറ്റ് എടുക്കാൻ പോവുകയാണ് കുറേ, അത് കേടുവന്ന് വലിച്ചെറിയുന്നത് വരെ. ഓക്കെ, ഈ 10 ട്രയൽ എടുത്തിട്ട് നമ്മൾ അത് വെച്ചാണ് ഈ പഠിക്കുന്നത്. അല്ലാതെ ഇത് കംപ്ലീറ്റ് നമുക്ക് എടുത്തിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു സാമ്പിൾ മാത്രം ഡ്രോ ചെയ്തിട്ട് അതിൻ്റെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നത്. അപ്പോൾ അവിടെയാണ് ഈ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ പ്രശ്നം വരുന്നത്. ആ സാമ്പിൾ സൈസ് ചെറുതാവുമ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഡിഗ്രി ഓഫ് ഫ്രീഡവും കുറവല്ലേ. നിങ്ങളൊരു 10, 50, 100 ട്രയൽ എടുക്കുന്ന പോലെയുള്ള ബിഹേവിയർ അല്ലല്ലോ ഒരു ചെറിയ ട്രയൽ 5 ട്രയലൊക്കെ എടുത്താൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ കർവ് വരയ്ക്കുന്ന സമയത്ത് വ്യത്യാസങ്ങളുണ്ട്. കാരണം അതിനൊരു യഥാർത്ഥത്തിലൊരു റെപ്രസെൻറ്റേഷൻ കിട്ടില്ല, ആ പോപ്പുലേഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയതാണ് വില്യം സീലെ ഗോസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യൻ ആൻഡ് കെമിസ്റ്റ് ആൻഡ് മാത്തമാറ്റീഷ്യൻ. പുള്ളിയാണ് ഈ ടി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ചതും ഈ സ്റ്റുഡൻസ് ഫാക്ടർ, അതിന് കെ ഫാക്ടർ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഫാക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ കണ്ടുപിടിച്ചു. ഈ വില്യം ഗോസിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബ്രൂവറി ഇതിൽ ഒരു ആൽക്കഹോൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു ആ സമയത്ത് ഡൂബ്ലിനിൽ, അയർലൻഡിൽ. അപ്പോൾ അങ്ങേക്ക് ശരിക്ക് അവരുടെ കമ്പനിയുടെ നിയമപ്രകാരം ഈ ബുക്കുകളൊന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അവരുടെ പേരിൽ. അപ്പോൾ പുള്ളി ഒരു നിക്ക് നെയിം വെച്ചു, സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട്, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു നിക്ക് നെയിം വെച്ചിട്ട് ഒരു സ്യൂഡോ നെയിം, ആ പേരിലാണ് പുള്ളിയുടെ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബുക്കുകൾ പബ്ലിഷ് ചെയ്ത്. അപ്പോൾ അതിലാണ് ഈ പുള്ളി ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തിയത്. ഈ സാമ്പിൾ സൈസ് കുറവാകുമ്പോൾ, അതായത് സാമ്പിൾ സൈസ് 30 വന്നു കഴിഞ്ഞാൽ പുള്ളി ഉണ്ടാക്കിയ ആ ടി ഡിസ്ട്രിബ്യൂഷൻ കർവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അത് മൊത്തം പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ വേണ്ടി മൊത്തം പോപ്പുലേഷൻ്റെ കർവ് നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആയി മാറും. അത് രണ്ടുപേരും യോജിച്ചു പോകും 30 വരെ സാമ്പിൾ. അപ്പോൾ 30ൻ്റെ മേലുള്ളതെല്ലാം ഇൻഫിനിറ്റി ആണെന്ന് കണക്കാക്കി. അപ്പോൾ 30 വരെ ഉള്ളതിന് നമുക്ക് അതിനൊരു കവറേജ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലേ അത് ആ നോർമൽ പോപ്പുലേഷൻ്റെ കർവിൻ്റെ ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അടുത്തേക്ക് അത് വരും, അതേപോലെ വരും. അതാണ് പുള്ളി ഒരു ടി ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ ഒരു കെ ഫാക്ടർ ചാർട്ടൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം കെ ഫാക്ടർ ചാർട്ട്. അപ്പോൾ അതുകൊണ്ട് 30 വരെ ആണെങ്കിൽ അതിന് ശേഷം വരികയാണെങ്കിൽ അത് ഇൻഫിനിറ്റി ആയിട്ട് കണക്കാക്കാം. നിങ്ങൾക്കപ്പോൾ അതിൻ്റെ 95% കോൺഫിഡൻസ് ലെവൽ ചെയ്യാൻ 1.96 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിന് കുറവാണെങ്കിൽ നിങ്ങൾ ഈ ചാർട്ട് റെഫർ ചെയ്യണം. ഓക്കെ, കാരണം റീസൺ മുഴുവൻ ഇതാണ്, നമ്മൾ ചെറിയ സാമ്പിൾ സൈസ് എടുത്തുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ പറ്റുള്ളൂ, അതിന് മേലെ നമുക്കത് പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ അത് നമുക്കിപ്പോൾ എത്രയാണ് കാര്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ഈ കെ വാല്യൂവും ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈ ടൈപ്പ് എയുടെ മാത്രമാണ് നമ്മൾ ഈ 10 ട്രയൽ എടുത്തിട്ട് N-1 വരുന്നത്. അതായത് എങ്ങനെയാണ് ഈ 10 ട്രയൽ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് 9 വരുന്നത്? ഈ 9 വാല്യൂസിന് ഏത് വാല്യൂ ആയിട്ട് മാറാൻ പറ്റും? ഒരു കുഴപ്പമില്ല. പക്ഷെ 10ാമത്തെ ആ വാല്യൂവിന് മാറാൻ പറ്റില്ല. ഈ 9 ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ 10 വാല്യൂവിന് ഒറ്റ വാല്യൂ ഉള്ളൂ, അതിന് പിന്നെ മാറാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു 50 എന്നുള്ളൊരു ഫിഗറാണ്, അല്ലെങ്കിൽ ആവറേജ് കണ്ടെത്തണമല്ലോ. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണല്ലോ ആവറേജ് കണ്ടുപിടിച്ചാലേ പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആവറേജ് കാണാൻ എല്ലാ ട്രയലിലും ആ N1, N2, N3, N4, N10 വരെ നമ്മൾ ആഡ് ചെയ്യണം, കൂട്ടണം. അപ്പോൾ ഇതിൽ 9 നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു. പക്ഷെ കൂട്ടി കിട്ടുന്ന തുക 50 കിട്ടണമെങ്കിൽ ഈ 9 നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10ാമത്തെ ഒറ്റ വരുള്ളൂ. ആ ഒന്നിന് മാത്രം അതന്നെ ആയാൽ മാത്രമേ ഈ 50 കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 9 മാത്രമേ ഈ ഫ്രീഡം ഉള്ളൂ മാറാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. 10ാമത്തതിനില്ല. അതിന് ഫ്രീഡം, അതിനൊക്കെ നമ്മൾ ട്രയലിനേക്കാൾ കൂടുതൽ അതിന് കൺസ്ട്രെയിൻസ് എന്ന് പറയേണ്ടി വരും ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേംസിൽ. ഓക്കെ, ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു വലിയ പ്രശ്നം മനസ്സിലാക്കാൻ കുറച്ചും കൂടി ഈസിയാണ്, അത് മനസ്സിലാക്കിപ്പിക്കാൻ അത്ര വലിയ ഈസിയല്ല. കാരണം നമ്മൾ കുറച്ചൊക്കെ ഇമാജിൻ ചെയ്യേണ്ടതും കൂടി ആവശ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ യൂസ് ചെയ്യുന്ന വേറൊരു സംഭവമാണ് നമ്മൾ
എല്ലാ അൺസർട്ടനിറ്റി, പല കോൺട്രിബ്യൂഷൻ അൺസർട്ടനിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ലാസ്റ്റ് ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യല്ല ചെയ്യുന്നത്. അതിന് നമ്മൾ അതിൻ്റെ റൂട്ട് സം സ്ക്വയർ എടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് RSS എന്ന് പറയുന്ന സാധനം. അതിനെന്താ ചെയ്യുന്നത്, ഓരോന്നും നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ അത് അങ്ങനെയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിഗേഴ്സിനെ ആഡ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ മറ്റ് സാധാരണ അരിത്തമാറ്റിക് അഡീഷനോ അതിൻ്റെ അരിത്തമാറ്റിക് ആവറേജ് എടുക്കുന്നത് പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഓരോ കോൺട്രിബ്യൂഷൻ മൂലം ഉണ്ടാവുന്ന അൺസർട്ടനിറ്റിയുടെ എല്ലാം കൂടി അതിൻ്റെ RSS എടുത്തതിന് ശേഷം നമ്മൾ അതിനെ കവറേജ് ഫാക്ടർ, K ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആ K ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എഫക്റ്റീവ് ഡിഗ്രി ഓഫ് ഫ്രീഡം കാണും. അപ്പോൾ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം ഈ ടൈപ്പ് എയുടെ മാത്രമേ N-1 കിട്ടുള്ളൂ. മറ്റതിൻ്റെ എല്ലാം ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റിയാണ്. കാരണം അതിന് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടില്ല, അത് ഇൻഫിനിറ്റി ആയിട്ട് കിടക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അതിനൊക്കെ ഇൻഫിനിറ്റി ആയിട്ട് കിടക്കും. അപ്പോൾ അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആ രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് എ മാത്രം നമ്മൾ സാമ്പിൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാത്രമാണ് N-1 വരുന്നത്. അപ്പോൾ ഈ എഫക്റ്റീവ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് അതിൻ്റെ ആ ഫോർമുല വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടും. ഇനി എഫക്റ്റീവ് ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് ലെസ് ദാൻ 30 ആണെങ്കിൽ നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. മോർ ദാൻ 30 ആണെങ്കിൽ നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. ലെസ് ദാൻ 30 ആണെങ്കിൽ ആ K വാല്യൂ ചാർട്ട് നിങ്ങൾ റെഫർ ചെയ്യുക. എന്നിട്ട് അവിടെ എന്താണോ കവറേജ് ഫാക്ടർ ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം നമ്മൾ എല്ലാ അൺസർട്ടനിറ്റി റിപ്പോർട്ട് ചെയ്യേണ്ട 95% കോൺഫിഡൻസ് ലെവലിലാണ്. അതാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ഓക്കെ, കുറച്ചൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇനി ഫർദർ ഒന്നും കൂടി നിങ്ങൾ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.